രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അസാധാരണ നീക്കവുമായി പ്രതിപക്ഷം. പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. അതേസമയം ഭരണപ്രതിപക്ഷ പോരിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യസഭാ അധ്യക്ഷനെതിരായി അവിശ്വാസ പ്രമേയ നോട്ടീസ്. അധ്യക്ഷൻ ഭരണമുന്നണിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാരോപിച്ചാണ് ഈ നീക്കം. US വ്യവസായി ജോർജ് സോറോസുമായി ചേർന്ന് കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നുവെന്ന BJPയുടെ ആരോപണം സഭാധ്യക്ഷൻ ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയത്. അവിശ്വാസ പ്രമേയ നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പാർലമെന്റിന്റെ ഇരുസഭകളും അദാനി കോഴ ജോർജ് സോറോസ് വിഷയങ്ങളിൽ ഇന്നും തടസ്സപ്പെട്ടു. Allow me, honorable members, to read. There's a point of order by Shri Derek O'Brien. Point of order. രാജ്യസഭയിൽ JP നദ്ദയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ആരോപണവുമായി എത്തിയത്. ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും. अध्यक्ष महोदय, मैं आपकी अनुमति से आज की लोकसभा की संशोधित कार्य सूची में क्रम संख्या 6 पर अपने नाम के सम्मुख अंकित प्रपत्र सभा पटल पर रखता हूँ. आइटम नंबर 7 बंडी संजय कुमार जी. പാർലമെന്റ് കവാടത്തിൽ അദാനി കോഴയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നും തുടർന്നു. അദാനിയുടെയും മോദിയുടെയും കാർട്ടൂൺ ചിത്രങ്ങൾ പതിച്ച ബാഗുകളുമായാണ് ഇന്നത്തെ പ്രതിഷേധം. 24 ഡൽഹി.